കേരള ഒളിമ്പിക് അസോസിയേഷനും മന്ത്രി വി അബ്ദുറഹ്മാനും തമ്മിലുള്ള പോര് മുറുകുന്നു. ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നും തനിക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാന്റെ മറുപടി. ബഷീർ കഥയിലെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയാണ് കായിക മന്ത്രിയെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ തിരിച്ചടിച്ചു. മാച്ച് ഫിക്സിംഗ് ആരോപണത്തിൽ വനിതാ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങൾ പ്രതിഷേധിച്ചു. ദേശീയ ഗെയിംസ് ഒരുക്കത്തിനും ഹോക്കി അസോസിയേഷനും പണം നൽകിയതിന്റെ കണക്കുകൾ കായിക വകുപ്പ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഫണ്ട് പുട്ടടിച്ചെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന കായിക മന്ത്രിയുടെ പ്രതികരണം. ഇവിടെ കായിക സംഘടനകൾ എല്ലാവരും ഈ പണം ദുരുപയോഗം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. ചില അസോസിയേഷനുകൾ അതിൽപ്പെട്ടതാണ് കേരളത്തിലെ ഹോക്കി അസോസിയേഷൻ. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ നിന്ന് കളരിപ്പയറ്റ് ഒഴിവാക്കിയപ്പോൾ ദേശീയ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ PT ഉഷ ഇടപെട്ടില്ല. കേരളത്തോട് PT ഉഷയ്ക്ക് പ്രതിബദ്ധതയില്ലെന്നും വിമർശനം. ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നുള്ളത് കേരളത്തിൽ നിന്ന് ആളുകളാണെങ്കിൽ ആ കളരിയെ വീണ്ടെടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയ ഗെയിംസിൽ ഒരിനത്തിൽ മാച്ച് ഫിക്സിംഗ് നടന്നു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പറയുന്ന മത്സരമാണെങ്കിൽ ഹരിയാനയിൽ നടന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ ഫെഡറേഷൻ പിരിച്ചുവിടുമെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ ആളുകൾ പറഞ്ഞപ്പോൾ ഇത് കൊടുത്തു സറണ്ടർ ചെയ്ത് പോരുകയും ചെയ്തു. മാച്ച് ഫിക്സിംഗ് ആരോപണം മന്ത്രി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങൾ കേരള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. മന്ത്രിക്കെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ വീണ്ടും രംഗത്തെത്തി. ഹോക്കി അസോസിയേഷനെ സഹായിച്ചെന്ന് കാണിച്ച് കായിക വകുപ്പ് പുറത്തുവിട്ട ഉത്തരവുകൾ EP ജയരാജന്റെ കാലത്തേതാണ്. കായിക മേഖലയിലെ നേട്ടങ്ങളെല്ലാം തന്റെ കാലത്താണെന്ന് മന്ത്രി പറയാത്തത് ഭാഗ്യമെന്നും പരിഹാസം. വി അബ്ദുറഹ്മാന്റെ കാലത്ത് ഹോക്കി അസോസിയേഷന് ആകെ കിട്ടിയത് 5 ലക്ഷം രൂപ മാത്രമാണെന്നും വി സുനിൽകുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം, തിരുവനന്തപുരം.